ഗായ്സ്, ദിസ് ഈസ് സുഹാന ഹിയർ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ജേർണലിംഗ് ആണ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റിക്കർ ബുക്കാണ് ഈ ഒരു ജേർണലിങ്ങിലെ താരം. ഇത് വന്നിട്ട് ഞാൻ മീഷോന്ന് ഐ തിങ്ക് ഒരു 1.5 മാസമായി വാങ്ങിയിട്ട്, പക്ഷേ ഇതുവരെ അത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് ഒരു തീം ബേസ് ചെയ്തിട്ട് ജേർണലിംഗ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഗ്രീൻ തീം ജേർണലാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ തീം ബേസ് ചെയ്തിട്ടൊരു ജേർണൽ ചെയ്യുന്നത്. ആൻഡ് വീഡിയോ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത്, നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ ബുക്കിനെ കുറിച്ചിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഷോർട്സിൽ. വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് വളരെ അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് മീഷോന്ന് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ്. ഐ തിങ്ക് ഒരു 120-130 റുപ്പീസിനാണ് ഞാനത് വാങ്ങിച്ചത്. സോ ലിങ്ക് വേണമെന്നുള്ളവർക്ക് ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൻ്റെ വേറെയും കളർ തീമും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അറൗണ്ട് ഒരു 200+ സ്റ്റിക്കേഴ്സ് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ജേർണലിംഗ് ചെയ്യുന്നത് എൻ്റെ ഈ ഒരു ജേർണൽ ബുക്കിലാണ്, അതായത് ഒരു ഡോട്ടഡ് ലൈൻസ് ഒക്കെ വന്നിട്ടുള്ള ഡോട്ടഡ് പേജസ് ആയിട്ടുള്ള ഈ ഒരു ജേർണൽ ബുക്കിലാണ്. ഇത് വന്നിട്ട് ഞാൻ ഡൈക്കട്ട് സ്മാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഡൈക്കട്ട് സ്മാർട്ടിൻ്റെ ഹോൾ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എനിക്ക് ഇതുപോലത്തെ ഗ്രിഡ് ലൈൻസ്, അതുപോലെ ഡോട്ടഡ് ഗ്രിഡ്സ് ഒക്കെ വരുന്ന നോട്ട്സിൽ ജേർണലിംഗ് ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ബുക്കിലാണ് ഞാൻ എൻ്റെ ജേർണലിംഗ് ചെയ്യുന്നത്. അവരുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. സോ വെബ്സൈറ്റ് ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം തന്നെ ഈ ഒരു സ്റ്റിക്കർ ബുക്ക് ഒന്നും കൂടെ മറിച്ച് നോക്കുന്നുണ്ട്. കാരണം 1.5 മാസമായിട്ട് ഇത് ആ ബോക്സിൽ വെറുതെ ഇരിക്കുന്ന പ്രോഡക്റ്റാണ്. അപ്പോൾ ഏതൊക്കെ പിക്ചേഴ്സ് ഉണ്ട്, ഏതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യണം എന്നൊക്കെ നോക്കിയിട്ട് റാൻഡം പിക്ചേഴ്സ് സെലക്ട് ചെയ്തിട്ട് ഞാൻ ജേർണലിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ത്രൂ ഔട്ട് ഈ ഒരു ജേർണലിങ്ങിൽ ഞാൻ ഈ ഒരു സ്റ്റിക്കർ ബുക്ക് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പുറത്തുനിന്നുള്ള അധികം ജേർണൽ സപ്ലൈസും പേപ്പേഴ്സും ഒന്നും ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ഒരു സ്റ്റിക്കർ ബുക്കിൽ നിന്ന് റാൻഡമായിട്ടൊരു പിക്ചർ സെലക്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗ്രിഡിൻ്റെ പേജ് കൂടെ ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അത് ഉള്ളത് കൊണ്ടാണ് ഞാനത് ഒട്ടിച്ചത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ വൈറ്റ് പേപ്പർ എന്ത് വേണമെങ്കിലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ജേർണലിങ്ങിൽ ഒരു റൂളും ഇല്ല. സോ നമുക്ക് എന്താണോ അവൈലബിൾ അത് യൂസ് ചെയ്തിട്ട് ജേർണലിങ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഈ ഒരു ജേർണൽ സ്പ്രെഡിൽ ഈ സ്റ്റിക്കേഴ്സ് അല്ലാതെ ഞാൻ പുറത്തുനിന്ന് യൂസ് ചെയ്തൊരു പ്രോഡക്റ്റ് ആ ഒരു ഗ്രിഡിൻ്റെ പേജസ് മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവനും ഞാൻ സ്റ്റിക്കേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ജേർണൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ജേർണലിങ്ങിനെ കുറിച്ച് ഒരുപാട് പേർക്ക് കുറേ ഡൗട്ട്സ് ഉണ്ട്. സോ നമ്മൾ ആദ്യം മനസ്സിൽ വെക്കേണ്ട കാര്യം, നമ്മൾ പിൻട്രസ്റ്റിൽ കാണുന്ന ജേർണലിങ്ങും നമ്മൾ ചെയ്ത ജേർണലിങ്ങും കമ്പയർ ചെയ്യാതിരിക്കുക. ജേർണലിങ്ങിൽ ഞാൻ മുമ്പും പറഞ്ഞ പോലെ ഇങ്ങനെ ആകണം അങ്ങനെ ആകണം എന്നുള്ളൊരു സംഭവം ശരിക്കും ഇല്ല. നമ്മൾ ആ ഒരു പ്രോസസ്സ് കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്യുക. അതുപോലെ ഇത് നമ്മൾ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. അതുകൊണ്ട് ഭംഗിയായില്ല, പെർഫെക്റ്റ് ആയില്ല എന്നുള്ള തോട്ടിൻ്റെ ആവശ്യം ഇല്ല. അതുപോലെ പെർഫെക്റ്റ് ആകണം എന്നുള്ള മൈൻഡും ആദ്യം മാറ്റി വെക്കുക. ഇനി ജേർണലിങ്ങിൽ തന്നെ അടുത്തൊരു പ്രോബ്ലം ആണ് ആവശ്യമുള്ള സപ്ലൈസ് ഇല്ല എന്നുള്ളത്. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആരുടെ കയ്യിലും കുറേ സപ്ലൈസ് ഒന്നും മേ ബി ഉണ്ടാകില്ല. എൻ്റെയൊക്കെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തൊരു പ്രോസസ്സ് പിൻട്രസ്റ്റിൽ പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺ പേപ്പേഴ്സും പിക്ചേഴ്സ് എല്ലാം ഞാൻ ഡൗൺലോഡ് ചെയ്യും. അതിനുശേഷം ഞാനൊരു A3 സൈസിൽ അത് പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോൾ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അധികം ക്യാഷ് ഇല്ല എന്നൊന്നും പറയരുത്. ഓൾമോസ്റ്റ് ഒരു 30-40 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് A3 സൈസിൽ പ്രിൻ്റ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നോർമൽ പേപ്പറിന് പകരം സ്റ്റിക്കർ പേപ്പറിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്. പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് യൂസ് ചെയ്താൽ മതി. ഞാനും സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇപ്പോഴാണെങ്കിലും എൻ്റെ കയ്യിൽ അധികം ജേർണൽ സപ്ലൈസ് ഒന്നും ഇല്ല. ഇനി ഇതുപോലെ ഏതെങ്കിലും കളേഴ്സോ തീമൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റിക്കർ ബുക്സ് വാങ്ങിക്കാം. മീഷോയിലൊക്കെ നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ ഐ തിങ്ക് ഒരു അണ്ടർ 200 ഒരുപാട് ജേർണൽ സപ്ലൈസ് കിട്ടുന്നുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക. ബാക്ക് ടു മൈ ജേർണലിങ്. ഞാൻ ഇതിൽ കുറച്ച് കോട്ട്സ് സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ ഫോണിൽ നോക്കി എഴുതിയ ഒരു കോട്ടാണ്, ഞാൻ പേഴ്സണലി എഴുതിയതല്ല. ജേർണലിങ്ങിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ എന്ത് വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഈ ഒരു സൈഡിൽ ഞാൻ റാൻഡമായിട്ട് പിൻട്രസ്റ്റിൽ കണ്ട ഒരു കോട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ റൗണ്ടിൽ ഒരു സ്റ്റിക്കറും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് പേജിലേക്ക് പോയിട്ടുണ്ട്. നെക്സ്റ്റ് പേജിൽ ഞാൻ ഈ ഒരു ചെറിയ പിക്ചർ ഒട്ടിച്ച് കൊടുത്തിട്ട്
ബ്ലാക്ക് പെൻ യൂസ് ചെയ്തിട്ട് ഒരു പോളറോയിഡ് ഫ്രെയിം പോലെ വരയ്ക്കുന്നുണ്ട്. അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡൈക്കട്ട് സ്മാർട്ടിൽ നിന്ന് വാങ്ങിയ ഈ ഒരു പേസ്റ്റൽ കളർ റോളർ സെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതും ഞാൻ വാങ്ങിയിട്ട് ഓൾമോസ്റ്റ് 1 ഇയർ ആയി. ലാസ്റ്റ് ടൈം നമ്മൾ അപ്ലോഡ് ചെയ്ത ഡൈക്കട്ട് സ്മാർട്ട് ഹോൾ വീഡിയോയിൽ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഇത് ഞാൻ ഇപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് അതുപോലത്തെ ഒരു സ്വഭാവമുണ്ട്. നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്താൽ അത് ചീത്തയായി പോകുമോ, അല്ലെങ്കിൽ അതിപ്പോൾ യൂസ് ചെയ്യണ്ടല്ലോ, വേറെ സ്കെയിൽ യൂസ് ചെയ്താൽ പോരെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇതുപോലെയുള്ള കുറേ സാധനങ്ങൾ ഇങ്ങനെ മാറ്റി വെക്കാറുണ്ട്. ഇപ്പോൾ യൂട്യൂബ് വീഡിയോ എടുക്കുന്നത് കൊണ്ടിട്ട് കുറച്ചും കൂടെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാനത് എടുത്തു. പിന്നെ അതിലേക്ക് ഞാൻ ഈ ഒരു ബാൻഡേജിൻ്റെ സ്റ്റിക്കർ ഗ്രീൻ കളർ ആയതുകൊണ്ട് അതും ഒട്ടിച്ചിട്ടുണ്ട്. ഇതെനിക്ക് റാൻഡമായിട്ട് ഐ തിങ്ക് ഒരു കിൻഡർ ജോയിയോ അതുപോലെ ഏതോ ഒരു മിഠായിയിൽ നമുക്ക് ടോയ്സ് ഒക്കെ ഫ്രീ കിട്ടുമല്ലോ, അതിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുണ്ടായ ഒരു സ്റ്റിക്കറാണ്. ഞാൻ ആരും കാണാതെ അടിച്ചു മാറ്റി സൂക്ഷിച്ച് വെച്ചതാണ്. അതിൽ ഗ്രീൻ കളർ ഉണ്ടായതുകൊണ്ട് അത് ഞാൻ അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ സെയിം പ്രൊസീജിയർ തന്നെയാണ്. നമ്മളുടെ മീഷോ സ്റ്റിക്കർ സെറ്റ് അതിൽ നിന്ന് റാൻഡമായിട്ട് കുറച്ച് പിക്ചേഴ്സ് സെലക്ട് ചെയ്ത് അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റിക്കർ ബുക്ക് വാങ്ങിച്ചപ്പോൾ നമ്മൾ എന്തായാലും ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ട് മറിച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റിക്കറിനോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിക്ചർ പെട്ടെന്ന് നമ്മളുടെ കണ്ണിൽ പെടുമല്ലോ. അങ്ങനെ എനിക്ക് ആദ്യം കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട ഒരു പിക്ചറാണ് ഈ ഒരു അവക്കാഡോ ഒക്കെ വന്നിട്ടുള്ള ഈ ഒരു ഫിലിമിൻ്റെ ഈ ഒരു സ്റ്റിക്കർ. സോ അത് ഞാൻ ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ബാക്കി ഫുള്ള് റൈറ്റിങ്സാണ് എഴുതിയത്. അത് ഓഫ് ക്യാമറയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം റൈറ്റിങ്സൊക്കെ എഴുതാൻ ഞാൻ വളരെ സ്ലോ ആണ്. അത് ഇനി 2x കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ ഓഫ് ക്യാമറയിൽ ചെയ്തു. നേച്ചർ റിലേറ്റഡ് ആയിട്ട് അത് നമ്മളുടെ ലൈഫിനോട് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ലെഫ്റ്റ് സൈഡിൽ എഴുതി കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ കുറച്ച് എംപ്റ്റി സ്പേസസ് വന്നതും കൂടെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് ഫില്ല് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ജേർണലിങ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നത് ഈ ഒരു ബുക്കിൽ നിന്ന് ഏത് പിക്ചർ സെലക്ട് ചെയ്യണം എന്ന് നോക്കിയിട്ടായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ 200+ സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. സോ അതിൽ നിന്ന് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് എനിക്കൊരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ റാൻഡം കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ സെലക്ട് ചെയ്ത് ഒട്ടിച്ച് നമ്മൾ ഈ ഒരു ജേർണലിങ് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഗ്രീൻ കളർ തീമിലെ ജേർണലിങ് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ ഏതെങ്കിലും ഒരു കളറോ തീമോ ബേസ് ചെയ്തിട്ട് ജേർണലിങ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ജേർണലിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു ചാനൽ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.